ബറാഅത്ത് നമ്മിലേക്ക് കയറി വരാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സന്ദർഭത്തിൽ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബറാഅത്ത് മുമ്പുള്ള നനച്ചുകൊള്ളുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന ബറാഅത്ത് മുമ്പുള്ള നനച്ചുകൊള്ളു എങ്ങനെയാണ്, അതിന്റെ രൂപം എങ്ങനെ, അതിനു മുന്നോടിയായി നമ്മൾ നിസ്കരിക്കേണ്ട 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതിന്റെ രൂപം, അതിന്റെ നിയ്യത്ത്. അത് മാത്രമല്ല ബറാഅത്ത് മുമ്പ് നമ്മൾ ഒരുക്കി വെക്കേണ്ട 7 കൂട്ടം അത്ഭുതങ്ങളായ നമ്മുടെ പഠനാർഹമായ കാര്യങ്ങൾ. ഈ വിഷയങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി മാഷാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ടവർ കമന്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, ദുആ ചെയ്യണമെന്ന് പറയുന്ന, ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക ആഫിയത്തും സലാമത്തും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് റജബ് ശഅബാനിന്റെ ബറക്കത്ത്, റമളാനിലേക്ക് ആഫിയത്തോടെ സലാമത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി, രോഗങ്ങൾ നീക്കി, ആഫിയത്ത് ഇരുലോകത്തും അല്ലാഹു നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ശഅബാനിന്റെ ഏറ്റവും പ്രഗൽഭമായ മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ചേരാൻ വേണ്ടി പോകുന്നത് പരിശുദ്ധമായ ശഅബാനിന്റെ ഏറ്റവും പോരിശയാക്കപ്പെട്ട രാവിലേക്കാണ്. അതായത് ചില്ലറ ദിവസം കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഫെബ്രുവരി 2-ാം തീയതി തിങ്കളാഴ്ച മഗ്‌രിബ് വാങ്കോടെ അസ്തമാന ശോഭയോടെ കയറിയിരുന്ന പരിശുദ്ധരാവ് ബറാഅത്ത് രാവാണ്. അതിൽ സംശയമൊന്നുമില്ല. ആ തിങ്കളാഴ്ച രാത്രിയാകാം, ചൊവ്വാഴ്ച രാത്രിയാകാം, അങ്ങനെയൊന്നുമില്ല. തിങ്കളാഴ്ച മഗ്‌രിബോടെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു പരിശുദ്ധ രാവാണ് നമ്മിലേക്ക് കയറി വരാൻ പോകുന്നത്. ഈ രാവ് കയറി വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നമ്മൾ തീർച്ചയായും ഒരുങ്ങിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിരിക്കേണ്ട 7 കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യാവസാനം കേൾക്കണം. കാരണം പ്രധാനപ്പെട്ട ഈ പരിശുദ്ധമായ ഒരു രാവ് നഷ്ടപ്പെട്ടാൽ നമ്മൾ വിചാരിക്കും ഒരു ബറാഅത്തിന്റെ രാവിലെ നഷ്ടപ്പെട്ടുള്ളൂ. അല്ല, ഒരു ലൈഫിന്റെ, ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുന്ദരമായ അവസരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകാതിരിക്കാനാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു രാത്രി മുസ്ലിം ഉമ്മത്തിന് സമ്മാനിച്ചപ്പോൾ 2 രാത്രികളുണ്ടല്ലോ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറുണ്ട്, ലൈലത്തുൽ ബറാഅത്തുണ്ട്, രണ്ടുണ്ട്. ഇതിൽ ലൈലത്തുൽ ഖദറും ബറാഅത്തും തമ്മിലുള്ള വ്യത്യാസം, ലൈലത്തുൽ ഖദർ ഭയങ്കര രാത്രിയാണ്, വലിയ പോലീസാണ്. പക്ഷെ ആ രാത്രി എന്നാണ് എന്ന് ഡേറ്റ് ക്ലിക്കപ്പെടുത്തിയിട്ടില്ല. ഇന്ന ദിവസമാണ്, ഇന്ന രാവാകാം, അങ്ങനെ ആകാം എന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. പക്ഷെ ലൈലത്തുൽ ബറാഅത്തിന്റെ പ്രത്യേകത ഏകദേശം അതിനോട് സമാനമായി രക്ഷപ്പെടാൻ ആ ഒരു രാത്രി മതി, അത് ഉറപ്പാണ്. പക്ഷെ ആ രാത്രി ഡേറ്റ് കൃത്യമാണ്. അത് ശഅബാൻ 15-ന്റെ രാവാണ്, ബറാഅത്ത് രാവാണ്, ഡേറ്റ് മാറില്ല. അപ്പോൾ നമുക്ക് ഉറപ്പായും സ്വീകരിക്കാൻ പറ്റുന്ന, ഒറ്റ രാത്രി കൊണ്ട് ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാം നേടാൻ പറ്റുന്ന ഒരു പരിശുദ്ധമായ പ്രത്യേകതയുണ്ട് ലൈലത്തുൽ ബറാഅത്തിന്. നമുക്ക് നോക്കാം എന്താ ബറാഅത്ത്. ലൈലത്തുൽ ബറാഅ എന്നാണ് അതിന്റെ ഒരുപാട് പേരുകൾ ഇമാമുകൾ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈലത്തുൽ ബറാഅ എന്നാണ് അതിന്റെ ഏറ്റവും പ്രഗൽഭമായ പേര്. ആ പേരിൽ തന്നെ ഏകദേശം നമ്മുടെ ക്ലാസ്സിൽ ഇതിന്റെ മഹത്വം പറയും ഇനി വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. ലൈലത്തുൽ ബറാഅ മോചന രാവാണ്, മോചനം കിട്ടുന്ന രാവ്. എന്തിനാ മോചനം? എന്തിൽ നിന്നൊക്കെയാണ് മോചനം വേണ്ടത്? അതിൽ നിന്നെല്ലാം മോചനം അല്ലാഹു നൽകുന്ന രാവ് എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ പാപമോചനം വരുന്നുണ്ട്, നരകമോചനം വരുന്നുണ്ട്, അതേപോലെ രോഗമോചനം, രോഗത്തിന് സലാമത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കടത്തിൽ നിന്നുള്ള, സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നുള്ള മോചനം കിട്ടുന്നുണ്ട്. അതേപോലെയാണ് ടെൻഷൻ, ഡിപ്രഷൻ, പല കാര്യത്തിനും ടെൻഷനുണ്ട്. അത് കുടുംബപരമാകാം, വ്യക്തിപരമാകാം, ജോലിയാകാം, എന്തുമാകാം. ആ ടെൻഷൻ, ഡിപ്രഷനൊക്കെ മാറിപ്പോകാൻ അതിന് സലാമത്ത് കൊടുക്കുന്നുണ്ട്, അതിന് മോചനം കിട്ടുന്നുണ്ട്. 6-മത്തത് വേദനകൾ, അത് ശാരീരിക വേദനയാകാം, മാനസിക വേദനയാകാം, നമ്മുടെ വേദനകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, അതിന് സലാമത്ത്. അപ്പൊ എല്ലാത്തിൽ നിന്നും ബറാഅത്ത് കിട്ടുന്ന, കേവലം പാപം പൊറുക്കലും നരകമോചനം മാത്രമല്ല, എല്ലാത്തിൽ നിന്നും ബറാഅത്ത് കിട്ടുന്ന പരിശുദ്ധരാവാണ്. ഭൂമിയിൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന പെരുന്നാളുകൾ, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ഇതേപോലെ വാനലോകത്ത്, ആകാശലോകത്ത് 2 പെരുന്നാളുകളുണ്ട്. ലൈലത്തുൽ ഈദുൽ മലായിക, ഒന്ന് ലൈലത്തുൽ ഖദറാണ്, അന്ന് ആകാശലോകത്ത് മലക്കൾക്ക് പെരുന്നാളാണ്. മറ്റൊന്ന് ലൈലത്തുൽ ബറാഅ,
ശഅബാനിലെ 15-ാം രാവ് ബറാഅത്ത് രാവ് അന്നും ആകാശലോകത്ത് പെരുന്നാളാണ്. അപ്പൊ ആകാശലോകത്ത് പെരുന്നാളിന്റെ പരിശുദ്ധരാമാകുന്ന ബറാഅത്ത് രാവ് മുഅ്മിനീങ്ങൾക്ക് ഭൂമിയിൽ പെരുന്നാളിന് സമാനമാണ്. വലിയ സന്തോഷമാണ്, വലിയ റാഹത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാൻ പോകുന്നത്. ഈ ഒരു രാത്രി അല്ലെങ്കിൽ ബറാഅത്ത് ദിനം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ 400 കൊല്ലത്തെ പോലീസയും വലിയ പ്രതിഫലമാണ് നഷ്ടമാകാൻ പോകുന്നത്. 400 കൊല്ലം നമ്മളോട് ജീവിച്ചാൽ മാത്രം പോരാ, 400 കൊല്ലം നോൺ സ്റ്റോപ്പ് അമൽ, നിസ്കാരവും നോമ്പായി കഴിച്ചു കൂട്ടുന്ന അള്ളാഹുവിന് വേണ്ടി 400 കൊല്ലം ജീവിച്ച പ്രതിഫലം നമുക്ക് ആ ഒറ്റ ദിവസം കിട്ടാൻ പോവാം. ഒന്ന് നഷ്ടമായാലോ? എന്നാലോചിച്ച് 100 വയസ്സോട് ജീവിച്ചാൽ പോലും 4 നമ്മുടെ നാല് ആയുസ് നഷ്ടപ്പെടുന്നത് പോലെയാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടാൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പരിശുദ്ധമായ ദിവസത്തെ ബറാഅത്ത് രാവ് പകലിനെ നമ്മൾ പരിഗണിച്ചു കൊടുക്കണം. അതിന്റെ ഒന്നുകൂടെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ബറാഅത്ത് രാവിന്റെയും ബറാഅത്തിന്റെ പകലിന്റെയും ആ മഹത്വം, ബറാഅത്ത് രാവ് ബറാഅത്തിന്റെ പകൽ നോമ്പ്, ഇത് രണ്ടിന്റെയും മഹത്വം കേട്ടപ്പോ ഈസാ നബി ദുആ ചെയ്യുന്നുണ്ട് അല്ലാഹുവോട്, യാ ലൈതനി ഉമ്മത്തി മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ഒരു മെമ്പറാകാൻ എനിക്കും കൊതിയുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന മരിക്കാത്ത 4 നബിമാരിൽ ഏറ്റവും വലിയ മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം എന്നും ജീവിച്ചിരിക്കാൻ കൊതിച്ചതിന്റെ പിന്നിൽ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് കിതാബിൽ മറ്റു പല കാരണങ്ങളും ഇമാമുകൾ പറയുന്നുണ്ട്, ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാരണം എന്താ? ബറാഅത്ത് രാവാണ് കാരണം എന്ന് പറയുമ്പോൾ ഒരു നബി ആലോചിച്ചു, ഒരു നബി ഒരു ഉമ്മത്താകാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഉമ്മത്തിന്റെ ലീഡർ, അതാണല്ലോ അമ്പിയാക്കൾ, നബിമാർ. അവർ എന്തായി അവസാനത്തെ ഉമ്മത്തിന്റെ ഒരു മെമ്പറാകാൻ ശ്രമിച്ചു. അതിന്റെ കാരണം ബറാഅത്ത് രാവാണ് അല്ലെങ്കിൽ ബറാഅത്തിന്റെ പകലാണ് എന്ന് പറയുമ്പോൾ എത്ര മഹത്വമാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല 5 രാത്രികളെ പരിഗണിച്ചാൽ വജബത്തു ലഹുൽ ജന്ന, സ്വർഗ്ഗം ഉറപ്പാണെന്നാണ്, അവിടെ സംശയിക്കാൻ പോലും പാടില്ല. 5 രാത്രികളെ ഹയാത്താക്കുന്നവർക്ക് സ്വർഗമുണ്ടോ എന്ന് സംശയിക്കാൻ പോലും പാടില്ല. വജബത്തു ലഹുൽ ജന്ന എന്ന് ഹദീസിൽ കറവീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 രാത്രികളിൽ പ്രഗൽഭമായ രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ഇനി മറ്റൊരു പ്രത്യേകതയാണ് ഈ പരിശുദ്ധമായ ബറാഅത്ത് രാവിനെ കുറിച്ചാണ് ലൈലത്തുൽ ഇജാബ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പേര് തന്നെ ഇജാബത്തിന്റെ രാവാണ്. അതായത് എന്തും ചോദിക്കാം, അല്ലാഹു തരും. ചോദിക്കേണ്ടത് നിങ്ങൾ ഒരുക്കി വെച്ചാൽ മതി. അപ്പോ പ്രത്യേകിച്ച് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ റെഡിയാക്കി വെക്കണം. കാരണം ലൈലത്തുൽ ഇജാബ, ചോദിച്ചാൽ മറുപടി ഉറപ്പാണ്. പിന്നെ കേട്ടോളൂ, ലൈലത്തുൽ ഖിസ്മത്തി വ തഖ്ദീർ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. ഈ രാവിന്റെ പേരാണ്. ബറാഅത്ത് രാവെന്ന് മാത്രമല്ല, ലൈലത്തുൽ ഖിസ്മത്തി വ തഖ്ദീർ, അല്ലാഹുവിന്റെ പ്രത്യേകമായ നമ്മുടെ റിസ്ക്, ഉപജീവനമാണ്, സമ്പത്തും സൗകര്യങ്ങളും, നമ്മുടെ ലൈഫ് ജീവിതം, കുടുംബ ജീവിതം, വിവാഹ ജീവിതം, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുമല്ലോ. അതേപോലെ തന്നെ മരണം, ഇത് A to Z സകല കാര്യങ്ങളും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് കൊടുക്കാനുള്ള ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ വിവാഹം, ഹജ്ജിന് പോകാനുള്ള താല്പര്യം, ഹജ്ജിന് പോകേണ്ട ആളാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. കച്ചവടം, രോഗം, ഇതെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇന്ന ആവശ്യങ്ങൾ, ഇപ്പൊ യാസീനെ കോതിയിട്ട് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇന്ന കാര്യങ്ങളെല്ലാം സലാമത്താകണം, ദീർഘായുസ് കിട്ടണം, ഹജ്ജ് ചെയ്യാൻ താല്പര്യമുണ്ട്, റബ്ബേ എനിക്ക് ഹജ്ജ് ചെയ്യണം, അതേപോലെ എൻ്റെ രോഗം മാറണം, എൻ്റെ കടം മാറണം, എൻ്റെ കച്ചവടം റെഡിയാകണം, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം, കുടുംബത്തിൽ സന്തോഷം വേണം, ഇതൊക്കെ നമ്മൾ ചോദിക്കുക. ഇതൊക്കെ അല്ലാഹു തീരുമാനം എടുക്കാൻ പോവുക. അപ്പോൾ അല്ലാഹുവിന്റെ നമ്മുടെ ചോദ്യം വരുമ്പോൾ ആവശ്യങ്ങളനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യും. അതാണ് ലൈലത്തുൽ ഖിസ്മത്തി വ തഖ്ദീർ എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ്. പറയാം, വിശദീകരിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെയാണ് അതിന് വേണ്ടി ഒരുക്കി വെക്കേണ്ടത്. ഒന്നാമത്തെ ഒരുക്കം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഓരോ നാട്ടിലും നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് നനച്ചുകുളി എന്ന് പറയുന്നത്. നിർബന്ധമായി നനച്ചുകുളി മസ്റ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നനച്ചുകുളിയുടെ ഒരു മെത്തേഡ് ഹദീസിൽ പറയുന്നുണ്ട്. സാധാരണ നനച്ചുകുളി എന്ന് പറയുന്നത് വീടും പരിസരത്ത് വൃത്തിയാക്കിയിടുക,
നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ വൃത്തിയാക്കാം. എന്നിട്ടും പോരാന്ന് തോന്നുമ്പോൾ നമ്മൾ ആളെ വിളിച്ചിട്ട് പണിയിപ്പിച്ചിട്ട് നല്ല ഭംഗിയാക്കിയിടും. അൽഹംദുലില്ലാഹ്, അത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാകാനും ബറക്കത്തിന്റെ റഹ്മത്തിന്റെ മലക്കിളറാനും ഒക്കെ കാരണമാണ്. വീട് വൃത്തിയാണെങ്കിൽ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്കിറങ്ങും. നമ്മുടെ വീട്ടിൽ സുഗന്ധമുണ്ടെങ്കിൽ അവിടെ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്ക് വരും. അപ്പൊ വീടും പരിസരവും നിർബന്ധമായി നമ്മൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് മസ്റ്റായിട്ട് പരിഗണിക്കണം. അത് മാത്രം പോരാ. അതല്ല യഥാർത്ഥത്തിൽ നനച്ചുകൂടി. അതല്ല യഥാർത്ഥത്തിൽ നനച്ചുകൂടി എന്ന് പറഞ്ഞ കലമ്പാണ്. ഹൃദയം ശുദ്ധിയാക്കണം. അതിനെന്താ? അതിന് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഇപ്പോൾ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സറിഞ്ഞ് പറയണം. ഒരു 100 വട്ടത്തിൽ കുറയാതെ പറയണം. നമ്മളെ ഹൃദയത്തിൽ കൈവച്ച് പറയണം. തെറ്റുകൾ പൊറുക്കണമെന്ന സംഭവിച്ചു പോയി മാപ്പാക്കണം. ആ നിലയ്ക്ക് പറയണം. അതോടൊപ്പം എങ്ങനെയും വേണം, തൗബ വേണം. കറകളഞ്ഞ തൗബ. അതായത് തെറ്റിൽ നിന്നും പൂർണ്ണമായിട്ട് മാറി നിൽക്കുക. ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാം. വേദന ഉണ്ടാവുക ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച്. ഇതാണ് തൗബ എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകണം ഈ പരിശുദ്ധമായ ബറാഅത്തിനാവിന് മുമ്പ്. അതാണ് നനച്ചുകൂടി യഥാർത്ഥത്തിൽ. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ പാലിക്കുക തന്നെ വേണം. അതിന് മുന്നോടിയായി നമ്മൾ തൗബ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ബറാഅത്ത് രാവിലെ അന്നല്ലേ പറയുന്നത്. അതിന് മുമ്പായി തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഒന്നു എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ കഴിയുമെങ്കിൽ നമ്മൾ കുറെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. എന്നിട്ട് അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമായി വുളൂ ചെയ്തു വന്ന് 2 റക്അത്ത് തൗബയുടെ സുന്നത്ത് നിസ്കാരം നിയ്യത്തങ്ങനെ വെക്കാം. തൗബയുടെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. സാധാരണ വജ്ഹത്തും അതുപോലെ തന്നെ പിന്നെ ഫാത്തിഹ, സൂറത്ത്, ഇഷ്ടമുള്ള സൂറത്ത് ഓതാം. അങ്ങനെ സാധാരണ 2 റക്അത്ത്, അടുത്ത 2 റക്അത്തിലും ഫാത്തിഹയും സൂറത്ത് ഓതി സാധാരണ 2 റക്അത്ത് പോലെ സലാം വീട്ടിയ ശേഷം ഇസ്തിഗ്ഫാർ പാടും. ഒരു 70 വട്ടത്തിൽ കുറയാൻ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ എന്നിട്ട് തൗബ ചെയ്യാം. അൽഹംദുലില്ലാഹ്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടാൻ, വൻപാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ഈ ഒരു നനച്ചുകുളി, യഥാർത്ഥത്തിൽ നനച്ചുകുളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന നനച്ചുകുളി വളരെ മസ്റ്റാണ്. അതൊന്ന് റെഡിയാക്കി വെക്കേണ്ട ഒരു സന്ദർഭമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി ഞാൻ പറയാം, ബറാഅത്ത് രാവിലേക്ക് കയറിയാൽ തിങ്കളാഴ്ച മഗ്‌രിബിന് മുമ്പ് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ആ രാവിലേക്ക് കയറുമ്പോൾ എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യമായി രാവിനെ ഹയാത്താക്കുന്നവർക്ക് സ്വർഗ്ഗ നിർബന്ധമാണ്. അപ്പോൾ രാവിന്റെ കഴിവിന്റെ പരമാവധി നമ്മൾ ആ രാത്രിയിൽ എത്രത്തോളം ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ, ദിക്ർ സ്വലാത്ത് എല്ലാം പറ്റുമോ. എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റാത്ത പിരീഡ്സൊക്കെ വരുന്ന ഉമ്മമാർക്ക് ഒരു കുഴപ്പമില്ല, ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ദിക്ർ സ്വലാത്ത് ഇസ്തിഗ്ഫാർ അതിലൊക്കെ എൻഗേജ്ഡ് ആവുക, ദുആയിൽ എൻഗേജ്ഡ് ആവുക. ആ രാത്രിക്ക് ഹയാത്ത് ജീവൻ കൊടുക്കണം. മിനിമം ഞാൻ പറയാം, മിനിമം എന്ത് ചെയ്യണമെന്നറിയോ? അന്നത്തെ ദിവസം ശുദ്ധിയിലുള്ള എല്ലാവരും മഗ്‌രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, സുബ്ഹി നിസ്കാരം ജമാഅത്താകാൻ നമ്മൾ ശ്രമിക്കണം. സഹോദരിമാരെ വീട്ടിലൊന്നും ശ്രദ്ധിച്ചോളണം, അല്ലെങ്കിൽ കൂട്ടിയിട്ട് ജമാഅത്താക്കണം. അങ്ങനെയാണെങ്കിൽ ആ രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്തുകൂടിയാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളണം. അന്നത്തെ രാത്രി ഉറങ്ങുകയാണെങ്കിൽ പോലും ഉളു ഉണ്ടാകണം. പിരീഡ്സിന്റെ സമയത്തല്ല പറയുന്നത്, അവർക്ക് വേണ്ട, അല്ലാത്തവരൊക്കെ നിസ്കാരത്തിന്റെ കൂടിയാണ്. ഇതൊക്കെ ആ രാത്രി പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം. രണ്ടാമത് സുന്നത്ത് നിസ്കാരങ്ങൾ പരിഗണിക്കണം. കാരണം ആ രാവ് സുന്നത്ത് നിസ്കാരത്തിന് വലിയ പ്രാധാന്യമാണ്. ഖൂമൂ ലൈലഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇബ്നു മാജ നൽകുന്നതിന്റെ ഹദീസ്, ആ രാത്രിയിൽ നിങ്ങൾ പരമാവധി നിസ്കരിക്കാനാണ്. നിസ്കാരത്തിന് വലിയ ബെനിഫിറ്റാണ്. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വലാത്തുൽ അവ്വാബീൻ കഴിയുന്നവരൊക്കെ ഇശാ മഗ്‌രിബിനിടയിൽ 2 റക്അത്ത് മിനിമം മതി. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് ബുക്ക് ചെയ്യാൻ പറ്റുന്ന നിസ്കാരമാണ്. രക്ഷപ്പെട്ടു. 2 റക്അത്ത് സ്വലാത്തുൽ അവ്വാബീൻ നിസ്കരിക്കണം. അതേപോലെ തന്നെ മൂന്നാമത്തത് നമുക്കെല്ലാം പറയാം, 3 യാസീൻ പാരായണം ചെയ്യണം. 3 യാസീൻ, മിനിമം 3 യാസീൻ. ഓരോ യാസീനും ഓരോ നിയത്താണ്. ഒന്ന് നമ്മുടെ ആയുസ്സിലെ ബറക്കത്ത്, നമുക്ക് ദീർഘായുസ്സുണ്ടാകാൻ, പെട്ടെന്നുള്ള മരണം, അപകടങ്ങൾ, മരിച്ചതുപോലെയുള്ള രോഗം വന്നിട്ട് കിടക്കുക, ഇതിൽ നിന്നെല്ലാം സലാമത്ത് കിട്ടുക ദീർഘായുസ്സിന് വേണ്ടി. മറ്റൊന്ന് റിസ്ക്, ഉപജീവന മാർഗം. ഭക്ഷണ വിശാലതയില്ല. ഭക്ഷണം വിശാലമായി കഴിച്ചിട്ടും കൊളസ്ട്രോളും ഷുഗറൊക്കെ ഇല്ലാത്ത ആളുകൾ കുറവാണ്. ഭക്ഷണമല്ല നമുക്ക് വിശാലമായിട്ട് വേണ്ടത്, അതുൾപ്പെടെ ഉപജീവന മാർഗം, ജീവിക്കാൻ വേണ്ടത് മുഴുവൻ, സമ്പത്ത്, സൗകര്യം, വീട്, വാഹനം, കുടുംബം, എല്ലാം A to Z. റിസ്ക്, ഉപജീവന മാർഗം വിശാലമാകാൻ അതിനെ നീക്കി വെക്കാം. മൂന്നാമത്തത് ആഖിബത്ത് നന്നാകാൻ.
അതാണല്ലോ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ആത്യന്തിക അവസാനം നന്നായി മരിക്കണം. അതോടൊപ്പം നമ്മുടെ മരിച്ചുപോയ കാരണവന്മാരെ കൂടെ ഈ ദുആയിൽ ചേർത്ത് കൊടുക്കുക. ഈ പരിശുദ്ധമായ യാസീൻ നമ്മൾ ആഡ് ചെയ്യുക നിയ്യത്തിൽ. അൽഹംദുലില്ലാഹ്. ഈ മൂന്നാമത്തെ യാസീൻ എനിക്ക് എന്തും ചേർത്ത് കൊടുക്കാട്ടോ. നമ്മളിത് മാത്രമാണ് വിചാരിക്കേണ്ട. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കടത്തിന്റെ കാര്യമുണ്ട്, അല്ലെങ്കിൽ മക്കളുടെ പഠനത്തിന്റെ കാര്യമുണ്ട്, അല്ലെങ്കിൽ രോഗത്തിന്റെ കാര്യം, ഇതൊക്കെ ഈ യാസീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വിരോധമില്ല. ചേർത്ത് കൊടുത്താൽ ബിമാ ഖുലിഖ ലഹു. എന്തിനാ ചേർത്ത് കൊടുത്തത് അതെല്ലാം നടക്കും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉലമാ മഹാന്മാരകപ്പെടുത്തിയിട്ടുണ്ട് കിതാബിൽ. 3 യാസീനെ കുറിച്ചല്ല. 4ാമത്തെ സൂറത്ത് ദുഹാൻ. അൽഹംദുലില്ലാഹ്, ഭയങ്കര ഫളലാണ്. ബറാഅത്തുലായന്റെ എന്ന സൂറത്ത് ദുഹാൻ ഓതിയാൽ നേരം വെളുക്കുമ്പോൾ ഒരു തെറ്റുണ്ടാവില്ല. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന പോലെ ഉണ്ടാവും. അത്രയേറെ പ്യൂറാകാൻ കഴിയും സൂറത്ത് ദുഹാൻ. അപ്പൊ സാധാരണ തുടക്കം മുതലേ സൂറത്ത് ദുഹാന്റെ ആദ്യത്തെ 8 ആയത്ത് 15 വട്ടം ഓതിയിട്ടുണ്ടാവുമല്ലോ. ഓടിയവരും ഓടാത്തവരും ഇടക്ക് മടങ്ങി പോയിട്ടുണ്ടാവും പിരീഡ്സിന്റെ സമയത്ത്. ഒരു കുഴപ്പമില്ല. ഇന്നത്തെ രാവിലെ, അതായത് ബറാഅത്ത് രാവിലെ നമ്മൾ എന്ത് ചെയ്യണം? സൂറത്ത് ദുഹാനിന്റെ ആദ്യത്തെ 8 ആയത്തുകൾ ഒരു 30 വട്ടം പാരായണം ചെയ്യണം. ഈ 8 ആയത്ത് 30 വട്ടം റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് ബാലൻസ് ഒരു വട്ടം പൂർത്തീകരിച്ചു കൊടുക്കണം. ബാക്കിയുള്ളത് അൽഹംദുലില്ലാഹ്. എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹുവിനോട് ചോദിച്ചാൽ എത്രയും വലിയ ആവശ്യങ്ങളാണെങ്കിലും അത് അത്ഭുതകരമായി വീട്ടപ്പെടുമെന്ന് മഹാന്മാരായ ഉലമാ പറഞ്ഞിട്ടുണ്ട്. പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇനി 5ാമത്തെ ഒരു കാര്യം ദുആ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ലൈലത്തുൽ ഇജാബത്താണ്, ദുആഇന്റെ രാവാണ്. പരമാവധി അല്ലാഹുവിനോട് ദുആക്കുക. എല്ലാ കാര്യം ഇപ്പോൾ പരീക്ഷന്റെ സമയമാണെങ്കിലും ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ ഉഖുൽ ഇബാദത്താണ്. ഇബാദത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ദുആ. ഇപ്പൊ നമ്മൾ വളരെ നിസ്കരിക്കാൻ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല, ഉസ്താദ് എന്താ ചെയ്യുക? അവർക്കൊക്കെ ഭയങ്കരമായി ഉപയോഗപ്പെടുത്താൻ പറ്റും ദുആ. ദുആ ഭയങ്കര ഇബാദത്താണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇബാദത്തിന്റെ കൂലിയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്ന പിന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ 6ാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അന്ന് പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ച രാത്രിയാണല്ലോ ബറാഅത്ത് രാവ്, ചൊവ്വാഴ്ചയുടെ പകൽ നമ്മൾ നോമ്പുകാരാണ്. സുമൂ നഹാറഹ. ആ പരിശുദ്ധമായ ബറാഅത്തിന്റെ പകൽ നിങ്ങൾ നോമ്പ് പിടിക്കണം എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ മനസ്സിലാക്കി വെച്ചിട്ട് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അത് മുസ്തഹബ്ബാണ്, സുന്നത്താണ്, കൂലി കിട്ടുന്ന നോമ്പാണ്, വലിയ പ്രതിഫലമാണ്. ആ നോമ്പിന്റെ കൂലിയൊക്കെ കേട്ടപ്പോഴാണ് ഈസാ നബിക്ക് ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളായി മരിക്കാതെ ജീവിക്കാൻ കുതിച്ചുപോയത് എന്നൊക്കെ പറയുമ്പോൾ 400 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി കിട്ടുന്നതാണ്. ഇനി ആരെല്ലാം ബറാഅത്ത് നോമ്പ് അല്ലെങ്കിൽ അന്നത്തെ ദിവസം നോമ്പ് ഇല്ലാന്ന് പറഞ്ഞ് ആര് ബഹളം ഉണ്ടാക്കിയാലും ആ ഭാഗത്തേക്ക് കാത് കൊടുക്കാതെ അന്നത്തെ നോമ്പെടുക്കാൻ അല്ലാഹു മഹാഭാഗ്യം കൊടുക്കുന്ന നമ്മുടെ പൂർവീകരായ സ്വാലിഹീങ്ങളെ പോലെ സച്ചരികളെ പോലെ കഴിഞ്ഞുപോയ അന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ അല്ലാഹുവിന്റെ ആലിമീങ്ങളും ഔലിയാക്കളും സൂഫിയാക്കളും കൃത്യമായി അനുഷ്ഠിക്കുന്ന പുന്നാര നോമ്പാണ് പരിശുദ്ധമായ ബറാഅത്തിന്റെ നോമ്പ്. അത് പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഷ്ഠിക്കണം. അപ്പോൾ ബറാഅത്തിന്റെ നോമ്പ് നിയ്യത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ചൊവ്വാഴ്ചയുടെ പകലിൽ നമ്മൾ നോമ്പുകാരാൻ തിങ്കളാഴ്ച നിയ്യത്ത് ചെയ്യാം, രാത്രി ബറാഅത്ത് രാവിലെ എന്ന്. എന്താ? അല്ലാഹുവേ ശഅബാൻ 15ന്റെ സുന്നത്ത് നോമ്പ്. അതിന്റെ മറ്റൊരു പേരാണ് ബറാഅത്ത് ദിവസത്തിന്റെ ബറാഅത്തിന്റെ സുന്നത്തും. അങ്ങനെ വെക്കാം. ശഅബാൻ 15ന്റെ സുന്നത്തും അല്ലെങ്കിൽ ബറാഅത്തിന്റെ സുന്നത്തും എടുക്കാൻ ഞാൻ നാളെ കരുതിയിരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. അതോടൊപ്പം എന്ത് ചെയ്യാം? ശഅബാനിൽ എല്ലാ ദിവസവും നോമ്പ് സുന്നത്താണ്. ശഅബാനിൽ എല്ലാ ദിവസവും നോമ്പ് സുന്നത്തുണ്ട്. അപ്പോ അല്ലാഹുവേ ശഅബാനിൽ സുന്നത്തുള്ള ഒരു നോമ്പ് ഞാൻ അനുഷ്ഠിക്കാൻ കരുതി. 2ാമത്തെ നിയ്യത്താണ്. 3ാമത്തതോ അയ്യാമുൽ ബീദ്. എല്ലാ അറബി മാസവും 13, 14, 15 നോമ്പ് മസ്റ്റാണ്, സുന്നത്താണ്, തർക്കമില്ല. അതിൽപ്പെട്ടതാണ് 15. അപ്പൊ അയ്യാമുൽ ബീദിന്റെ 15ാമത്തെ ദിവസത്തെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഞാൻ കരുതി. അത് നിയ്യത്ത് കൊടുക്കുക. ഫറദ് കളായിട്ടം ഏതായിരുന്നാലും ഉണ്ടാകാത്തവർ വളരെ വിരളമാണ്. അവർക്ക് അല്ലാഹു എല്ലാം നഷ്ടപ്പെട്ടു പോയ റമദാനിന്റെ ഒരു ഫറദ് നോമ്പ് നാളെ അനുഷ്ഠിക്കാൻ കരുതിയിരിക്കുന്ന അല്ലാഹ് ആ നിയ്യത്ത് വെക്കാം. ഈ നിയ്യത്തെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് നിയ്യത്തുകൾ, ഒരുപാട് കൂലികൾ ഒറ്റ നോമ്പ് കൊണ്ട് കിട്ടാൻ പോകുന്നു. ബറാഅത്തിന്റെ ഒറ്റ നോമ്പ് കൊണ്ട് തന്നെ 400 കൊല്ലത്തെ ഇബാദത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. ഇനി നോമ്പ് പിടിക്കാൻ പറ്റാത്തവരുണ്ടാവും. ആ സമയത്ത് പറ്റാത്ത, അല്ലെങ്കിൽ രോഗം ഹോസ്പിറ്റലായി പോയി, വയ്യാതെയായി പോയി, വേണ്ട, ഖളാ കിട്ടിയാൽ മതി. ശഅബാൻ 15ന്റെ നോമ്പ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ബറാഅത്ത് നോമ്പ് ഞാൻ ഖളാ കിട്ടുന്നു അല്ലാഹ് പറഞ്ഞ് ഖളാ കിട്ടാൻ സമയമുള്ളപ്പോൾ തീർച്ചയായിട്ടും നോമ്പ് ഭയങ്കര പ്രധാനമാണ്. അത് പ്രത്യേകിച്ച് പരിഗണിച്ചു കൊടുക്കുക. ഇനി പീരീഡ്സിന്റെ സമയത്തുള്ള സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ബറാഅത്ത് രാവിലെയാണ് കഴിവിന്റെ പരമാവധി ഇസ്തിഗ്ഫാർ, തൗബ. ഇതിനൊന്നും പീരീഡ്സ് തടസ്സമല്ല.
സ്വലാത്ത്, അതുപോലെ ദുആ എമ്പാടുമുണ്ടാകണം. അന്നത്തെ രാവിലെ പ്രത്യേകിച്ച് ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ദിക്റുകളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. അത് കൃത്യമായിട്ട് ദിക്റുകൾ സ്വലാത്തുകൾ എല്ലാം ചൊല്ലാവുന്നതാണ്, ഒരു തടസ്സമില്ല. അതിൽ പ്രത്യേകം ഉപയോഗപ്പെടുത്തണം. പിരീഡ്സിന്റെ സമയത്തുള്ളവർ യാസീൻ ഓതാൻ പറ്റൂലല്ലോ, അതിന് പകരം സ്വലാത്ത്, മുറാദുകൾ ഹാസിലാകാൻ, ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ സ്വലാത്താണ് ഏറ്റവും മസ്റ്റ്. സ്വലാത്തിന്റെ ഷഹ്ർ സ്വലാത്താണല്ലോ ശഅബാൻ. അതുകൊണ്ട് ഈ പൊരിശാക്കപ്പെട്ട ശഅബാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി സ്വലാത്ത്. ഒരു 300 സ്വലാത്ത് ആദ്യം ചൊല്ലുക. 300 നമ്മുടെ നെയ്യത്ത് വെക്കുക. അല്ലാഹുവേ എനിക്ക് ദീർഘായുസ്, ആഫിയത്തോടു കൂടെയുള്ള, ചുമ്മാ ദീർഘായുസല്ല, ചുമ്മാ ജീവിച്ചിരിക്കാനല്ല, ആഫിയത്തോട് സൗഖ്യത്തോടു കൂടെയുള്ള ദീർഘായുസ്. അതിന് വേണ്ടിയിട്ട് 300 സ്വലാത്ത് നെയ്യത്ത് വെച്ചിട്ട് ചൊല്ലുക. എന്നിട്ട് പിന്നെ നമ്മൾ നെയ്യത്ത് വെക്കുക. അല്ലാഹുവേ പടച്ചവനെ എനിക്ക് റിസ്ക് ഉപജീവനമാർഗ്ഗം വിശാലമായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് 300 സ്വലാത്ത്. പിന്നെ നെയ്യത്ത് വെക്കുക. ആഖിബത്ത് നന്നാകണം, മരിച്ചുപോയവർക്ക് കൂലി കിട്ടണം. ആ നെയ്യത്തിൽ ഒരു 300 സ്വലാത്ത്. ഏറ്റവും മനോഹരമായ ശൈലിയാണ്. അത് നമുക്ക് പ്രിയപ്പെട്ടവർ ഒരുപാട് പ്രതിഫലം നൽകുന്ന ഒരു ശൈലിയാണ്. ആ ശൈലി പിരീഡ്സിന്റെ സമയത്തുള്ളവരാണ് ഉപയോഗപ്പെടുത്തുക. പിന്നെ ഏഴാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അന്നത്തെ രാത്രി നമ്മുടെ ശരീരം, വസ്ത്രം, അതേപോലെ വീട്, നമ്മുടെ പിന്നെ റൂമുകൾ എല്ലാം സുഗന്ധപൂരിതമാകണം. നല്ല പെർഫ്യൂം, സുഗന്ധം പുകയ്ക്കാൻ പറ്റുന്നവർ, അല്ലാത്തവർ നല്ല സ്മെല്ലുള്ള മനോഹരമായ സുഗന്ധം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ശരീരത്തിനും സുഗന്ധം ഉണ്ടാകണം, പിന്നെ നമ്മുടെ റൂമിനുണ്ടാകണം. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ പെയ്തിറങ്ങുന്ന ഒരു വീടാകണം നമ്മുടെ വീട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ട ബറാഅത്തുരാവിന് മുമ്പ് ഒരുക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. നനച്ചുകുളി യഥാർത്ഥത്തിൽ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ നടത്തുന്ന നനച്ചുകുളിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു. ചെയ്യേണ്ട പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ മസ്റ്റായിട്ടും പറഞ്ഞു. അൽഹംദുലില്ലാഹ്. എല്ലാം അത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, വേറെ ഒരു വിഷയം സംസാരിച്ചിട്ടില്ല. പരമാവധി ഉപയോഗപ്പെടുത്തണം. ക്ലാസ് നിർബന്ധമായിട്ട് കേൾക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. കമന്റ് എഴുതാതെ പോകരുത് എന്ന് വളരെ വിനീതമായിട്ട് പറയാം. നിങ്ങളുടെ ഒരു കമന്റ് കൂടെ കേൾക്കും. അത് ഈ ബറാഅത്തുരാവിന്റെ ക്ലാസ് നിർബന്ധമാണ്. കാരണം ഒരുപാട് പേർക്ക് ഈ ക്ലാസ് എത്തേണ്ടതാണ്. ഒരാൾക്കൊന്നും നഷ്ടമാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലോക വിജയം സലാമത്ത് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما